ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആർ.ജെ ബിൻസി ഒരു തട്ടിപ്പ് നടത്തിയെന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോക്കകത്തൂടെ പരിശോധിക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇഷ ബൈ പി കെ എന്നാണ് ഈ ഒരു പേജ്. ആൻറ്റി ടാർണിഷ് ട്രഡീഷണൽ കണ്ടംപററി ജുവൽസ് ഒക്കെയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേജിൽ നിന്നും 2024 ബിൻസി ഒരു പ്രോഡക്റ്റ് അങ്ങോട്ടേക്ക് കൊളാബറേഷൻ ചോദിച്ചു ചെന്ന് ആ ഒരു കൊളാബറേഷൻ ചോദിച്ച് പിന്നീട് അത് ചെയ്ത് കൊടുത്തില്ല. 1.5 വർഷമായിട്ട് അത് ചെയ്ത് കൊടുത്തില്ല എന്നുള്ള നിലയിലൊക്കെ തന്നെയായിരുന്നു ഈ ഒരു കാര്യങ്ങൾ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഇവര് ആരാണ് എന്താണ് എന്നുള്ള പേര് കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 8ന്റെ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. 8ന്റെ പണി കിട്ടി. ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ വിചാരിച്ചതിൽ സ്വീകാര്യത കിട്ടി ഹാപ്പി ആയി പോയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ 8ന്റെ പണി കിട്ടിയത്. ഇങ്ങോട്ട് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആളെ അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറഞ്ഞതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറെ ദിവസമായിട്ടും കൊളാബ് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പനിയായിരുന്നു, തലവേദനയായിരുന്നു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി എന്നൊക്കെ എക്സ്ക്യൂസസ് കേൾക്കാം. 2-3 മാസം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന റിപ്ലൈയും ഇല്ലാതെയായി. അയക്കുന്ന മെസ്സേജസിനെല്ലാം സീൻ കാണാം. അത് തന്നെ, ഷി വാസ് സ്മാർട്ട് ഇനഫ് ടു ഫൂൾ us. എന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണോ? അല്ല. ഒട്ടുമിക്ക ആളുകളും ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസിനോട് അത്രയും കൈൻഡുമാണ്, സപ്പോർട്ടീവുമാണ്. ഈ ആള് മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നാൽ ഞങ്ങളെ പറ്റിക്കാൻ ഫുൾ ഗെയിം പ്ലേ ചെയ്തു. ഇത്രയായിരുന്നു ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ. പക്ഷെ അതിനകത്ത് പേരോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പല ആളുകളും ഇന്ന ആളാണോ ആ ആളാണോ എന്ന നിലയിൽ കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പലരെയും മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന ആളായിരിക്കും എന്നൊക്കെ നിലവിൽ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഇവരൊരു പാർട്ട് 1 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 എന്ന് പറഞ്ഞ് രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ഇത് എക്സ്പോസ് ഇത് ആരാണെന്നുള്ള പേര് റിവീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടത്. എന്താണെങ്കിലും പാർട്ട് 2 ആ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബിൻസിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. നമുക്കിനി ആ ഒരു വീഡിയോ കൂടെ കാണാം. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി. എല്ലാം അപ്പപ്പോ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, ഇനി വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആള് ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. അത് അവർ പറഞ്ഞത് ന്യായം തന്നെയാണ്. കാര്യം 1.5 വർഷമായിട്ടും ആ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ അവരൊരു പ്രത്യേകിച്ച് ഒരു മെസ്സേജ് സീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്താണെങ്കിലും അവർ സഹിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അന്ന് അങ്ങനെ ഒരു കൊളാബറേഷൻ കൊടുത്തിട്ട് ഇത്രയും നാളുകളായിട്ടും അത് ചെയ്യാണ്ടിരുന്നിട്ട് പിന്നീട് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പിന്നീട് പോയി ടെക്സ്റ്റ് ചെയ്തിട്ട് വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് തന്നേക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ബിൻസിയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്പോളജി അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സോറി പറയാനെ കൊണ്ട് എന്തായാലും അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാര്യം 1.5 വർഷമായി. പക്ഷേ ഇതിനകത്ത് ബിൻസി പറയുന്ന കാര്യങ്ങൾ പിന്നീട് കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ആദ്യം തന്നെ 2024 ജനുവരി 7 ബിൻസി അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹേ എന്ന് പറഞ്ഞ്, ആർ യു ലുക്കിംഗ് ഫോർ കൊളാബ്? യെസ്, വി ക്യാൻ സെൻഡ് യു അവർ ഇയറിംഗ്സ് ഫോർ എ ബാർട്ടർ കൊളാബ്. ഓക്കെ, ക്യാൻ ഐ ചൂസ് ഇറ്റ് ഫ്രം യുവർ പേജ്? യെസ്. അപ്പോൾ ബാർട്ടർ കൊളാബിനാണ് ആ ഒരു സംഭവം കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തുള്ളത്. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് അങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ട് ബിൻസി അത് വെയർ ചെയ്തുകൊണ്ട് കൊളാബറേഷൻ വീഡിയോ ഇടുന്ന, അതിനകത്ത് ഇവരുടെ പേജൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അതാണ് വിചാരിച്ച് അതിനകത്ത് പൈസ വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്ത്. ഇപ്പം ബിൻസിയാണ് അങ്ങോട്ടേക്ക് ഇത്തരത്തിൽ കൊളാബറേഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അതിന് ശേഷം ജൂൺ
7-നാണ് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജൂലൈ 1, 2024 ഇവർ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹേ ഹോപ്പ് യു വിൽ ഡു ദ കൊളാബ് ദ കമ്മിങ് ഡേയ്സ്, താങ്ക് യു. ഇനി അത് കഴിഞ്ഞിട്ട് ഇവർ റിപ്ലൈ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ജൂൺ 4 വീണ്ടും മെസ്സേജ് അയച്ചു. ഹേ ഈ വീക്ക് ചെയ്യാമോ കൊളാബ്, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഹേ യു സെഡ് വിൽ പോസ്റ്റ് ദ കൊളാബ് ലാസ്റ്റ് വീക്ക്, വി ഷെഡ്യൂൾഡ് ഓൾ അതർ കൊളാബ് അക്കോർഡിംഗ് ടു ദാറ്റ്, ദിസ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആൻഡ് വെരി അൺപ്രൊഫഷണൽ അസ് വെൽ, കൈൻഡ്ലി പോസ്റ്റ് ദ കൊളാബ് വിത്തിൻ 2 days, ഇറ്റ്സ് എ റിക്വസ്റ്റ്, താങ്ക് യു. കാര്യം അപ്പം തന്നെ ഓൾറെഡി 1 മാസത്തിന് മുകളിൽ ഇത്തരത്തിലെ കാര്യങ്ങൾ നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 19 ഓഗസ്റ്റ് 2024 ബിൻസിയുടെ പിന്നീട് ആ ഒരു റിപ്ലൈ വന്ന ഐ ആം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഇവർ 30 ഓഗസ്റ്റിന് വീണ്ടും അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹേ ഹോപ്പ് യു ആർ ഓക്കെ നൗ, ഇത് കൊളാബ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും 1.5 വർഷമായിട്ടും ഈ ഒരു കൊളാബിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1.5 വർഷത്തോളം ലാഗാക്കി പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ സൈഡിൽ നിന്ന് എന്താണെങ്കിലും അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ മാർച്ച് 1-നാണെന്ന് തോന്നുന്നു അവർ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം മാർച്ച് 1-ന് ബിൻസി അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ഗീവ് മീ യുവർ കോൺടാക്ട് നമ്പർ. അപ്പം ഇവർ മെസ്സേജ് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹായ് കൈൻഡ്ലി മെസ്സേജ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിൽ ആ ഒരു വീഡിയോക്കകത്ത് അവർ പറഞ്ഞേക്കുന്ന ഒരു സാധനം, വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിൻസി മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതിനകത്ത് ഇവർ പറഞ്ഞ പോലെ ഒരു അപ്പോളജി ബിൻസി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിനുശേഷം മെയിൻ സ്ട്രീം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊളാബ് ചോദിച്ച് വാങ്ങിച്ച് പറ്റിച്ചത് ചെറിയ ബിസിനസ്സുകാരെ, ഒത്തുതീർപ്പിനെ ശ്രമിച്ച് നാണം കെട്ട് RJ ബിൻസി എന്ന് പറഞ്ഞായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് വന്ന് ബിൻസി ഇട്ടേക്കുന്ന കമന്റ് ഉണ്ടായിരുന്നു, തട്ടിപ്പോ, കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. ഈ കൂടിപ്പോയാൽ 300 രൂപയാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഒരു പുച്ഛത്തിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഒരാൾ കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കുന്ന അയാളുടെ ആ കയ്യിലിരിക്കുന്ന 1 രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ളപ്പം ഇങ്ങനെ പുച്ഛിച്ച് കൂടിപ്പോയാൽ 300 രൂപയെ കാണുമെന്ന് ബിൻസി ആ രീതിയിൽ പറയുമ്പോഴത്തേക്കിന് അന്ന് ഈ കൂടിപ്പോയാൽ ഈ പറയുന്ന തുച്ഛമായിട്ട് എന്നുള്ള നിലയിൽ ഇന്ന് ബിൻസി പറയുന്ന ഈ തുകയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ആ തുകയുടെ ഒരു സാധനത്തിൻ്റെ കൊളാബിനായിട്ടായിരുന്നില്ല അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കമ്മലും വളയും അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കണ്ടന്റ് വേണം, റീച്ച് വേണം. ആകപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട്, തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ല ചേട്ടാ, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ്സ് എടുക്കില്ലേ, ഇതിപ്പോൾ അയ്യേ മോശം. അപ്പോൾ പറയാൻ വേണ്ടത്, ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലെയുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ കാര്യമായി എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. ബിൻസി ഇത് എന്ത് അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു കാര്യത്തെ ബിൻസി ഈ ഒരു കമൻറ്റിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ കഷ്ടപ്പെട്ട് അവരങ്ങനെ ഒരു പ്രോഡക്റ്റ് അവരൊരു ബിസിനസ് ചെയ്യുന്ന ടൈമിൽ അവർ എടുക്കുന്ന എഫേർട്ടിന് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമല്ലേ ബിൻസി ഇവിടെ പറയുന്നത്. അവരിങ്ങനെ ഒരു കാര്യം റീച്ചിന് വേണ്ടിയിട്ടോ എന്തോ കാര്യം ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു സാധനം അവരെ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണമായിട്ടുള്ളത് അവർ വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം പ്രോപ്പറായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. 1.5 വർഷമായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുത്തിട്ടില്ല. ബിൻസിയുടെ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം അവർക്ക് മനസ്സിലാവുകയും ആ മനസ്സിലായ സമയത്ത് ബിൻസിയുടെ അടുത്ത് ആ രീതിയിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പൈസ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ വീഡിയോ റിമൂവ് ചെയ്യാനെ കൊണ്ട് പറയേണ്ടുന്നത് ഒരാവശ്യതയല്ല. ബിൻസിക്ക് നേരെ തുറന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു, ഇന്നതായിരുന്നു കാരണം, പിന്നീട് ഞാനത് പറഞ്ഞായിരുന്നു. ബട്ട് ആ രീതിയിലായിരുന്നില്ല അവരെടുത്തിട്ടുണ്ടായിരുന്നു. ബിൻസിയുടെ ഭാഗം ബിൻസിക്ക് അത് ക്ലിയർ ചെയ്യാം അല്ലേ. അതല്ലാതെ ബിൻസി നേരെ വന്നിട്ട് 10-300 രൂപയുടെ സാധനമുള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ലിറ്ററലി അവരെ പുച്ഛിച്ചുകൊണ്ട് ഈ പറയുന്ന 300 രൂപ എന്നൊരു പക്ഷേ ബിൻസിക്ക് ചിലപ്പോൾ തുച്ഛമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഈ 300 രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിനെ അങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിന് ശേഷം പല ആളുകളും ബിൻസിനെ മെൻഷൻ ചെയ്തിട്ട് ഇതിനകത്ത് പല കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ബിൻസിയുടെ ഒരു കമൻറ്റ് കാണുന്നുണ്ടായിരുന്നില്ല, മേ ബി റിമൂവ് ആക്കിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ 300 രൂപയ്ക്കും വാല്യൂ ഉണ്ട്, നിങ്ങൾ 300 എന്ന് പറയുന്നത് 0 വാല്യൂ ആകും. ബട്ട് പൈസയുടെ വാല്യൂസ് അറിയുന്ന ഞങ്ങൾക്കത് ഇന്നും വാല്യൂ ഉള്ള ക്യാഷാണ്. മോൾ ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അവരോട് മാപ്പ് പറയാണ് വേണ്ടത്. സത്യമായിട്ടും ആ ഒരു അപ്പോളജി ബിൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് തന്നെ. കാര്യം ഇത്രയും നാളായിട്ട് അപ്പം അതിനെ പുച്ഛിക്കുകയല്ല വേണ്ടുന്നത്. ആ ഒരു കാര്യത്തിൽ ഒക്കെ ഇത്രയും നാളായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല, സോറി. ആ ഒരു കാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും ബിൻസിക്ക് പറ്റുന്നതാണ്, അല്ലാതെ ഈ പറയുന്ന ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഈ പേജുകാർ തന്നെ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
വില കൂടിയ പ്രോഡക്ട്സ് അല്ല ഞങ്ങളുടെ പേജിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തെന്നാൽ ഈ കൊളാബറേഷൻ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ അതിന് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സോറി പറയാൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് ഞങ്ങളൊരു സ്മോൾ ബിസിനസ് എന്നാണ്. ആളുകൾക്ക് സാധ്യമാകുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഈവൻ 1 രൂപയാണെങ്കിലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾ ഒരു സ്മോൾ ബിസിനസ്സാണ്. വി പ്രൗഡ്ലി കോൾ ourselves എ സ്മോൾ ബിസിനസ് ബിക്കോസ് വി നോ ദ എഫർട്ട്, honesty and hurt that goes into it every single day, and we stand strong with every other small business out there trying their best to grow with integrity. ഇതിനകത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം 1 രൂപയാണെങ്കിലും ആ 1 രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇതിനുശേഷം ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ്സ് അവരുടെ പേജിൽ നിന്നൊക്കെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു ബിഗ് ബോസ് താരം RJ ബെൻസിക്കെതിരെ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണം. ഇതിനകത്ത് വില കൂടിയ ആഭരണം എന്ന നിലയിലായിരുന്നു ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനും ബിൻസി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളു, കൊള്ളാലോ, അത് 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയും ആണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്? ഈ കമൻറ്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കണേ. അങ്ങനെയെങ്കിൽ അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ആ ചിരി വരുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജ് ഉണ്ട്. ബിൻസി, ഇതൊരിക്കലും ആർക്കും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇങ്ങനെ അവരുടെ ഇന്നൊരു കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നത്. അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടല്ലേ ബിൻസി അവരങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത്. പിന്നീട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിന് 150 രൂപയുള്ളൂ 100 രൂപയുള്ളൂ എന്നുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളുമ്പോഴത്തേക്കിന് അപ്പം ഈ പുച്ഛിച്ച് തള്ളിയേക്കുന്ന ഈ പേജിൻ്റെ അടുത്ത് തന്നെയല്ലേ ഈ പറയുന്ന 1.5 വർഷം മുന്നേ ബിൻസി ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കൊളാബറേഷൻ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം അന്ന് ഈ പറയുന്ന 100 150 രൂപയുടെ രീതിയിലുള്ള പുച്ഛിച്ച് തള്ളുന്ന, ചിലപ്പോൾ ഇന്ന് ബിൻസി അതിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഇത് ബിൻസിക്ക് അത് പ്രേഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത് അത് അങ്ങനെ അല്ലാണ്ടായി മാറുമ്പോഴത്തേക്കിന് അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം ആ ഒരു സാധനം മറ്റൊരാളെ കൂടെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ബിൻസി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലും അത്രത്തോളം അവരെ പുച്ഛിച്ചാണ് പറയുന്നത്. ആ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ്സാണ്, ആ ചെറിയ ബിസിനസ്സുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 100 150 രൂപ മാത്രമേ അവരുടെ പ്രോഡക്റ്റിനാവുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിക്കാം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞേക്കുന്ന ഒരു പ്രോപ്പർ കാര്യമാണ്. സോ ആ ഒരു അപ്പോളജി ബിൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം തന്നെ. കാര്യം അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാര്യം 1.5 വർഷമായിട്ട് അവർ ഇപ്പോഴല്ലേ അതിനെ വന്നിട്ട് സ്പീക്കപ്പ് ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ അത് പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതിപ്പോൾ ആരാണെങ്കിൽ ഇപ്പോൾ ബിൻസിനെ നാളെ ഒരാൾ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുറന്ന് പറയാനുള്ള അവകാശം ബിൻസിക്കും ഉണ്ട്, ഇല്ലേ? അതേ അവകാശം തന്നെ അവർക്കുണ്ട്. അത് തന്നെയാണ് അവരിവിടെ ചെയ്തേക്കുന്നത്. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.